നമ്മൾ വിളിച്ചുണർത്താൻ പോകുന്നത് നമ്മുടെ യജമാനന്മാരെയാണോ അതോ നമ്മുടെ ശത്രുക്കളെയാണോ? നമ്മൾ കണ്ട ചരിത്രമല്ല സത്യം. നമ്മൾ പഠിച്ച പാഠപുസ്തകങ്ങളും പകുതിയും യാഥാർത്ഥ്യമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതമായിട്ടുള്ള ഗിസയിലെ പിരമിഡുകൾ അതൊരു ശവകുടീരമാണെന്ന് നിങ്ങൾ ഇന്നും വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തെറ്റി. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഉറങ്ങിക്കിടക്കുന്ന പ്രപഞ്ചത്തിലെ വലിയൊരു രഹസ്യം സൂക്ഷിക്കുന്ന ഒരു യന്ത്രമാണ് ഗിസയിലെ പിരമിഡുകൾ എന്ന് ഞാൻ പറയുന്നു. 23 ലക്ഷം കല്ലുകൾ, അത് ഓരോ കല്ലിനും ടൺ കണക്കിന് ഭാരം. ഇതെല്ലാം എങ്ങനെയാണ് 450 അടി മുകളിലേക്ക് മനുഷ്യൻ എത്തിച്ചത്? ആധുനിക ക്രൈനുകൾക്ക് പോലും ഉയർത്താൻ ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള അത്രയും വലിയ ഭാരം എങ്ങനെയാണ് മനുഷ്യൻ ഒരു യന്ത്രങ്ങളുടെ സഹായമില്ലാണ്ട് 450 അടി മുകളിലേക്ക് എത്തിച്ചത്? ചരിത്രകാരന്മാർ ഇതിനെ പറയുന്നത് ഇതൊരു അടിമപ്പണിയായിരുന്നു എന്നാണ്. അക്കോസ്റ്റിക് ലെവിറ്റേഷൻ എന്നാണ് കോൺസ്പിറൻസി തിയറിക്കാർ ഇതിനെ പറയപ്പെടുന്നത്. അതായത് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് കല്ലിനെ വായുവിലേക്ക് ഉയർത്തുന്ന ഒരു വിദ്യ. ഈ വിദ്യ മനുഷ്യൻ്റെതല്ലായിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പല ശിലാലിഖിതങ്ങളും നമുക്ക് സൂചന നൽകുന്നത്. 1993 റോബർട്ട് ബവൽ തെളിയിച്ചതാണ് ഗിസയിലെ 3 പിരമിഡുകളും ആകാശത്തെ ഒറിയോൺ ബെൽറ്റിലെ 3 നക്ഷത്രങ്ങളുടെ കൃത്യമായിട്ടുള്ള പകർപ്പാണെന്ന്. അതായത് ആകാശത്തിലെ ഒറിയോൺ നക്ഷത്രങ്ങളുടെ പ്രതിബിംബം, ഒരു കണ്ണാടിയിലെ പ്രതിബിംബം പോലെയാണ് ഭൂമിയിലെ ഈ 3 ഗിസയിലെ പിരമിഡുകളും സ്ഥിതി ചെയ്യുന്നതെന്നാണ് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത്. എന്നാൽ അത്ഭുതം ഇവിടെ തീരുന്നില്ല. മെക്സിക്കോയിലെ ടിയോദിവിക്കാനിലെ പിരമിഡുകളും ഇതേ നക്ഷത്രങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 10,000 കിലോമീറ്ററുകൾ അകലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സംസ്കാരങ്ങൾ എന്തിനാണ് ഒരേ സമയം ഒരേ നക്ഷത്രങ്ങളെ പ്രതിബിംബമാക്കിയിട്ട് പിരമിഡുകൾ നിർമ്മിച്ചു? അവർ ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒരു നിർമ്മിതി അവർ നിർമ്മിച്ചിട്ടുള്ളത്? ഭൂമിക്ക് സ്വന്തമായിട്ട് ഒരു എനർജി ഗ്രിഡ് തന്നെയുണ്ട്. ഇതിനെയാണ് ലേ ലൈൻ എന്ന് പറയുന്നത്. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഭൂഖണ്ഡങ്ങളുടെ കൃത്യമായിട്ടുള്ള കേന്ദ്രത്തിലാണ്. ഈ പോയിന്റിൽ നിന്നും പുറപ്പെടുന്ന ഊർജ്ജ രേഖകൾ ലോകത്തെ മറ്റ് അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പുരാതന കാലത്തെ ഒരു വയർലെസ് എഞ്ചിനീയർ സിസ്റ്റം ആയിരുന്നു, അതോ നമ്മൾ ഇന്ന് കാണുന്ന ഇന്റർനെറ്റ് ശൃംഖല പോലെയുള്ള മറ്റെന്തെങ്കിലും അത്ഭുതമായിരുന്നു ഇതിന് പുറകില്? 2018 ജോൺ ഓഫ് അപ്ലൈഡ് ഫിസിക്സ് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് പിരമിഡിന്റെ ആകൃതിക്ക് വൈദ്യുത കാന്തിക ഊർജ്ജം കേന്ദ്രീകരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഇപ്പോൾ 2026 പ്രപഞ്ചത്തിലെ ചില പ്രത്യേക നക്ഷത്ര വിന്യാസങ്ങൾ ഈ യന്ത്രത്തെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പിരമിഡിന് മുകളിലായിട്ട് കാണപ്പെടുന്ന പല പല നിറവ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പല പല പ്രതിഭാസങ്ങൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഈ കാണപ്പെടുന്ന വിചിത്രമായിട്ടുള്ള പ്രകാശങ്ങൾ മറ്റെന്തിന്റെയോ തുടക്കമാണെന്നാണ് ഈ കോൺസ്പിറൻസി തിയറിക്കാർ വിശ്വസിക്കുന്നത്. ഈ സിഗ്നല് ആരെയോ ഉണർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മറ്റാർക്കോ ചില സന്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നത്. ഈ യന്ത്രം ഉണർന്നാൽ അത് മനുഷ്യരാശിയുടെ പുരോഗതിക്കാണോ അതോ നാശത്തിനാണോ? നമ്മൾ വിളിച്ചുണർത്താൻ പോകുന്നത് നമ്മുടെ യജമാനന്മാരെയാണോ അതോ നമ്മുടെ ശത്രുക്കളെയാണോ? ഇതിന്റെ ഉത്തരം അധികം വൈകാതെ തന്നെ നമ്മൾ അറിയും. ഈ പരമ്പരയുടെ അടുത്ത എപ്പിസോഡിനായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. സത്യം നിങ്ങൾ തേടിയെത്തും.